എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ചായക്ക് വെച്ചു, ചോറിന് വെച്ചു. അപ്പോൾ ഇത് ഇന്നൊരു സിമ്പിൾ പരിപ്പ് കറി, ചോറിന് ഒഴിക്കാൻ പരിപ്പ് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. എൻ്റെ സ്റ്റൈലിലാണേ. ഈ തോരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ 2 ഗ്ലാസ് തോരപ്പരിപ്പ് എടുത്തു. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും വെച്ച് കുക്കറിനകത്തത് ഈ ചെറിയ കുക്കർ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും വെച്ച് ചെറിയ കുക്കർ ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. പരിപ്പ് വേവിക്കുന്നതിന് ഏകദേശം 1 വിസിലുണ്ടെങ്കിൽ തന്നെ 1 വിസിൽ കേട്ടാൽ മതി. തോരപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 2 കൂട്ടം സാധനങ്ങളും കൂടി ഇടും. ഇപ്പോൾ തോരപ്പരിപ്പ് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം വെച്ചു. ഇനി ഇതാണ്ട് ഈ തക്കാളിയും കീറിയിടും. ഇത്രയും പച്ചമുളക്, ഈ വലിയ പച്ചമുളകായിട്ട് ഞാൻ ഒടിച്ചിട്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കും. അപ്പോൾ എല്ലാം നല്ല തക്കാളി അരിഞ്ഞിട്ടു, പച്ചമുളക് കീറിയിട്ടു, ഉപ്പും ഇട്ടു. ഇത് അടച്ചു വെച്ച് 1 വിസിൽ കേക്ക് കുക്കറിൽ വേവിച്ചിട്ട് വരാം. 1 വിസിൽ കേട്ടു. അപ്പം ഞാനിനി കുക്കർ ഓഫ് ചെയ്യുകയാണ്. കുക്കർ തുറന്നപ്പോൾ കണ്ടോ, എൻ്റെ പരിപ്പ് നന്നായിട്ട് വേണ്ട നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. എന്താ അപ്പോൾ ഇതിനിടയിൽ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിക്കാനും കൂടി ഒരു സൈഡിൽ വെച്ചു. ടൈം കളയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് തേങ്ങ മീൻസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇതിൽ 1 കപ്പ് തേങ്ങകൾ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും തേങ്ങ വേണം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ തോരപ്പരിപ്പ് ഗ്യാസ് ആയതുകൊണ്ടാണ് വെളുത്തുള്ളി നന്നായിട്ട് ഞാൻ ചേർക്കും. അപ്പോൾ ഇത്രയും വെച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് മാറ്റി ഇത് തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ച തേങ്ങേനെ ഞാൻ കണ്ടോ അതും ചേർത്തു. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഞാനിനി എന്താ പറയുക, മിക്സിയുടെ ജാറൂടെ ഇതുപോലെ കഴുകി ഇച്ചിരി വെള്ളം കൂടെ ചേർക്കും. കാരണം ഇല്ലെങ്കിൽ തോരപ്പരിപ്പ് ഭയങ്കരമായിട്ട് കുറുകുറാന്നിരിക്കും ആറിക്കഴിയുമ്പോൾ. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ തിളപ്പിക്കുള്ളൂ. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ചതിന് ശേഷം കടുക് വറുക്കുന്നതായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഞാൻ ഓഫ് ചെയ്യും. കണ്ട വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വെച്ചു. പക്ഷേ ഇന്നത്തെ വെണ്ടയ്ക്ക ഒരു ഇച്ചിരി പഴഞ്ഞു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിക്ക് ഇതാണ്ടേ ഒരു സൈഡ് നന്നായിട്ട് പരിപ്പ് കറിക്ക് ഞാൻ നന്നായിട്ട് ഇത് വെട്ടി തിളച്ചതിന് ശേഷം ഈ കടുക് വറുത്തതെടുത്ത് അതിനകത്തേക്ക് ഒഴിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പരിപ്പിൻ്റെ കറി കണ്ടോ ഈ രീതിയിലായിട്ടുണ്ട്. കാരണം ഈ രീതിയിലില്ലെങ്കിൽ കുറുകിപ്പോകും. അപ്പോൾ അതിനകത്തൊക്കെ കടുക് വറുത്തതും കൂടി ഞാൻ ചേർക്കുക. അപ്പോൾ എൻ്റെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പരിപ്പ് കറി. ഓക്കെ, അപ്പോൾ അങ്ങനെ എൻ്റെ നീങ്ങിപ്പോകുന്നു. എൻ്റെ കറക്റ്റായിട്ട് ഇരിക്കണില്ല ഇപ്പം ഗ്യാസ് സ്റ്റോവിൽ. അപ്പോൾ തന്നെ അപ്പോൾ എൻ്റെ പരിപ്പ് കറി ഉണ്ടോ. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യണം. പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക് കീറിയത്, സവാള കീറിയതിനിടയ്ക്ക് ഇച്ചിരി അരിയാനുണ്ട്, അത് സാരമില്ല. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, ഇത്രയും സാധനങ്ങളോട് ഇട്ടിട്ട് നന്നായിട്ട് ഞാനിതിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് ഉപ്പിട്ടില്ല, ഞാൻ ഉപ്പും കൂടി ഇടാൻ പോവാം. ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് തേങ്ങാപ്പാലിന് പകരം ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ച് ഞാനങ്ങ് ചേർക്കും. കുറച്ചുകൂടി വഴറ്റിയിട്ട് ഒരു ചുവന്ന പരുവാകട്ടെ, അതുവരെ ഞാനിത് വഴറ്റും. മീൻകറി അടുപ്പായിരിക്കുന്നുണ്ട്. ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ തിരക്കിടയിൽ നടക്കണില്ല. ഒരു ചട്ടിയെ വെച്ചുള്ളൂ, കാരണം അടുപ്പൊഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ
ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ടിരിക്കുക. ഇനി എന്തായാലും നന്നായിട്ടത് വേവട്ടെ, ഉരുളക്കിഴങ്ങ് വേവണം. അതാണ്ടേ ഇങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടയുകയും കൂടെ ചെയ്യണം, എങ്കിൽ ഈ കറിക്കൊരു രുചി വരത്തുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഉടച്ച് നന്നായി തിളച്ചു വെന്തു. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതാണ്ട് എൻ്റെ പൊട്ടറ്റോ സ്റ്റൂ റെഡി ആക്കിയിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിളക്കത്തില്ല, അതിന് മുമ്പ് ഞാനത് ഓഫ് ചെയ്തു. ഞാനിപ്പോൾ ഇതേണ്ട അപ്പവും ചുറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിന് പൊട്ടറ്റോ സ്റ്റൂ ആയിട്ടുണ്ട്. ഇത് മമ്മി ഇത് ലേശം ചമ്മന്തി അരയ്ക്കുന്നത്, എൻ്റെ സൗണ്ടായിട്ട് ഇച്ചിരി ചമ്മന്തി. ഓക്കെ, അപ്പോൾ അത് മമ്മി അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി തീരാറായി. വാ, യഥാർത്ഥത്തിൽ കണ്ട ഇങ്ങനെ ഇരിക്കണം ഇല്ലയോ? കണ്ടോ എന്താ കിടന്നു കൊടുക്കുന്നുണ്ടോ ചീപ്പിയപ്പം? നോക്ക് കണ്ടോ? ഓ, എന്ത് രസമായിട്ട് കിടന്നു കൊടുക്കുന്നത് നോക്കിയേ. എൻ്റെ അടുത്ത് വരാത്ത രണ്ടുപേരും കണ്ടോ ഇരുന്ന് കൊടുക്കുന്നുണ്ടോ? അടുത്ത ആളും കണ്ടോ കണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ? കിടന്നു കുടിക്കുന്നു സാറാ, കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് കിടന്നു കുടിക്കുന്നു. എന്തോ ആദ്യം വെള്ളത്തിലൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കി. കുറച്ചേരം ടി വിക്ക് വേണ്ടി കണ്ടോ ചീയപ്പ് ഇരുന്നിരുന്നുണ്ടോ? ഇവർക്കിത് ഇഷ്ടമാണോ ഇങ്ങനെ ചെയ്യുന്നേ? സുഖല്ലേ, കടിയൊക്കെ നമുക്ക് മസാജ് ചെയ്യും പോലെ. ആണോ? ചുമ്മാ അല്ല കിടന്നിരുന്നുണ്ടോ? ഒരു കറി ഉണ്ടാക്കി, ഒരു മസാല ഉരുളക്കിഴങ്ങും സവാള എല്ലാം ഇട്ടൊരു മസാലക്കറി ഉണ്ടാക്കി, കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ഒഴിച്ചിട്ട് ഞാനൊരു മസാലക്കറി ഉണ്ടാക്കി. അതിനകത്ത് മല്ലിപ്പൊടി ഗരം മസാലയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ നൈറ്റിലേക്കുള്ള ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. നെക്സ്റ്റ് വീണ്ടും ഞാൻ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ, അഥവാ ചിലപ്പോൾ റിപ്പീറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണേ. കാരണം തിരക്കുകൾക്കിടയിലൂടെ ഓടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ചിലപ്പം വാക്കുകൾ പറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് ശ്രദ്ധിച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അപ്പം എല്ലാവരോടും ഞാൻ ടാറ്റ പറയുകയാണ്. വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ടാറ്റ.